ഇങ്ങനെ ഒരു മുട്ട പൊരിച്ചത് കഴിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞതും ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. 2 മുട്ടയ്ക്ക് ഇത്ര തന്നെ സവാള വേണം. സവാള നന്നായി വഴണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് എല്ലാം നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറി സവാള നന്നായി വഴണ്ട് മസാലയിൽ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി മുട്ട പൊട്ടിച്ചത് പതിയെ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. രണ്ടാമത്തേതും ഇതുപോലെ തന്നെ പതിയെ ഒഴിച്ച് ഒരു വശം വെന്ത് വരട്ടെ. നമുക്ക് പാൻ അല്പനേരം അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി മറുവശവും ഇതുപോലെ തിരിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കണം. നല്ല മസാലയിൽ പൊതിഞ്ഞ മുട്ട ഫ്രൈ ചൂടോടെ കഴിക്കാൻ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണേ. അതുപോലെ തന്നെ ഈസി റെസിപ്പികൾക്കായി ഫീനാസ് കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.